മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് കോട്ടയത്ത് ഒരു വലിയ ക്ഷേത്രത്തിൽ, കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തുള്ള വലിയ ക്ഷേത്രത്തിൽ ഭാരതീയ ഈശ്വര സങ്കല്പത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം ഉണ്ടായി. ആ പ്രഭാഷണം ഞാൻ ഓരോ കാര്യങ്ങളും 5 ലെവലിലുള്ള ഭാരതീയ ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് വിവരിച്ച്, ക്ഷേത്രത്തിൻ്റെ ലെവല്, അതിൻ്റെ മുകളിൽ അവതാരത്തിൻ്റെ ലെവല്, അതിൻ്റെ മുകളിൽ ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിൻ്റെ ലെവല്, അതിൻ്റെ മുകളിൽ പ്രപഞ്ച പുരുഷ സങ്കല്പം എന്ന ഈശ്വര സങ്കല്പം, അതിൻ്റെ മുമ്പിൽ ജീവാത്മ പരമാത്മ ചൈതന്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അങ്ങനെ ഓരോന്നും കൊടുത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഈ ഈശ്വര സങ്കല്പം മറ്റ് മതങ്ങളുടെ കൂടി നോക്കുക. ഈ യേശുക്രിസ്തു, യഹോവ, ബൈബിള്, കുരിശ്, യെരുശലേം എന്നീ ഈശ്വര സങ്കല്പങ്ങൾക്ക് മുകളിലും ചുവട്ടിലും വേറൊരു ഈശ്വര സങ്കല്പം ഇല്ല. അതുപോലെയാണ് അള്ളാഹു, പ്രവാചകൻ, ഖുർആൻ, മെക്ക, ഹജ്ജ്. ഇത് ഒരൊറ്റ പുസ്തകത്തിന്റെ ഒറ്റ കഷ്ണമാണ്. അതിൻ്റെ മുകളിലും ഒരു ഈശ്വര സങ്കല്പം ഇല്ല, ചുവട്ടിലും ഒരു ഈശ്വര സങ്കല്പം ഇല്ല. അതിൻ്റെ പരിണത ഫലം എന്താ സംഭവിച്ചത് നോക്കാം. ഇന്ന് അമേരിക്കയിൽ പള്ളിയിൽ പോകാൻ ഒരു ക്രിസ്ത്യാനിയും ഇല്ല. അതുപോലെ കാനഡയിൽ ഒരു 10-100 വർഷത്തെ ചരിത്രമേ കാനഡയ്ക്കുള്ളൂ. അവിടെയും പള്ളികളെല്ലാം വിൽക്കുകയാണ്. അമേരിക്കയ്ക്ക് ഏതാണ്ട് 250 വർഷത്തെ ചരിത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 300 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. ഇംഗ്ലണ്ടിന് 10,300 വർഷത്തെ ചരിത്രം ഉണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അവിടെ ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ റൂട്ടിലുള്ള 7 പള്ളികൾ വിൽക്കാനിട്ടിരിക്കുകയാണ്. യൂറോപ്പിൽ ഇന്ന് ക്രിസ്തുമതം എന്ന് പറയുന്ന സാധനമേ ഇല്ല. അതൊരു സാധനമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സാധനം ഇല്ല. അതാണ് ക്രിസ്തുമതത്തിൻ്റെ അവസ്ഥ. ഒരൊറ്റ ലെവലിലുള്ള ഈശ്വര സങ്കല്പമുള്ളത് കൊണ്ട് ലോവർ പ്രൈമറി പഠിച്ചവനും അപ്പർ പ്രൈമറി പഠിച്ചവനും ഹൈസ്കൂൾ പഠിച്ചവനും കോളേജിൽ പഠിച്ചവനും PhD ഉള്ളവനും ഒരൊറ്റ ഈശ്വര സങ്കല്പമേ ഉള്ളൂ. അവൻ്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും സോഷ്യൽ കപ്പാസിറ്റിയും സൈക്കോളജിക്കൽ കപ്പാസിറ്റിയും അക്കാഡമിക് ക്വാളിഫിക്കേഷനും കൂടുന്നതിനനുസരിച്ച് ചിന്തകൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഈശ്വര സങ്കല്പം അവിടെ ഇല്ല. അതേപോലെയാണ് ഇസ്ലാമിൻ്റെ കാര്യം. ഒരൊറ്റ പുസ്തകത്തിൽ കൊല്ലാനും ചാവാനും വേണ്ടി മാത്രം ഉണ്ടായ ഒരു മതം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം മതമാണ്. അതിൽ നല്ലവരില്ലാത്തതല്ല. ഒരു കാര്യം ഉറപ്പാ, എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും ഒരുപക്ഷെ തീവ്രവാദികളല്ല. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമിയോ മനോരമയോ പത്രം നോക്കാം, കള്ളനോട്ടും കള്ളത്തരവും കള്ളക്കടത്തും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള കള്ളത്തരത്തിൻ്റെയും പുറകില്, വ്യഭിചാരത്തിൻ്റെയും ലൈംഗികതയുടെയും പുറകിൽ 90% മുസ്ലിങ്ങളാണ്. കാരണം ലൈംഗിക വീഴ്ചയ്ക്ക് വഴങ്ങിയില്ല എന്ന് പറഞ്ഞ് 250 പെൺകുട്ടികളെ കഴുത്തറത്ത് കൊന്നൊരു മതം. എല്ലാം ചെയ്യുന്നത് ഖുർആന്റെയും പ്രവാചകന്റെയും പേരിലാണ്. ശരിക്ക് ആ ഇസ്ലാം മതം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു മതമാണ്. ഒരുപക്ഷെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആ യുദ്ധത്തിന്റെ അന്തരീക്ഷമൊക്കെ മാറിയപ്പോൾ ഇന്ന് ലോകത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത് ഇസ്ലാമിക യുദ്ധമാണ്. വെറുതെ കൊല്ലാനും ചാവാനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗം ജനത. എല്ലാ പ്രഭാഷണത്തിലും അവിടെയും ഞാൻ പറയുകയുണ്ടായി, കോട്ടയത്ത് ഞാൻ പറയുകയുണ്ടായി, ബോംബ് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾ, അതുകൊണ്ട് വെക്കുന്നത് മുസ്ലിം പള്ളിയിൽ, അത് പൊട്ടുന്നത് മുസ്ലിങ്ങൾ കാണുന്നു, അതിൽ ചാവുന്നത് മുസ്ലിങ്ങൾ, അവിടുത്തെ പോലീസുകാർ മുസ്ലിങ്ങൾ, അഡ്വക്കേറ്റ് മുസ്ലിങ്ങൾ, ജഡ്ജി മുസ്ലിങ്ങൾ, ഭരണാധികാരികൾ മുസ്ലിങ്ങൾ. രക്തപ്പുഴ ഒഴുക്കി ശീലിച്ച ഒരു മതം, അത് അകത്ത് നിന്ന് തന്നെ ഇല്ലാണ്ടാകാൻ പാകത്തിനാണ് ഇപ്പം നിലനിൽക്കുന്നത്. എവിടെയെല്ലാം ഇസ്ലാമുണ്ടോ അവിടെയെല്ലാം അശാന്തിയുണ്ട്. കേരളത്തിൻ്റെ ഒരു കോർണർ എടുത്ത് നോക്കാം, അപ്പോഴും മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ കേസുകൾ, പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എടുത്ത് നോക്കാം, തിരുവനന്തപുരത്ത് ചില ഭാഗങ്ങളുണ്ട്, അവിടെ മുസ്ലിങ്ങളാണ് കൂടുതലുള്ളതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷൻ 1-2 കൂടുതലുണ്ടായിരിക്കും. എവിടെയെല്ലാം പഴയ ഹൈദരാബാദ് എടുത്താലും പഴയ അഹമ്മദാബാദ് എടുത്താലും ജമ്മു കാശ്മീർ എടുത്താലും എവിടെയെല്ലാം ഭാരതത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുണ്ടോ അവിടെ എല്ലാ പ്രശ്നങ്ങളാണ്. ബംഗ്ലാദേശികൾ,
ആസാമിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭാഗങ്ങളിൽ മുഴുവനും പ്രശ്നങ്ങളാണ്. ഇത്രയും ഞാൻ പറഞ്ഞതൊരു മതത്തിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൊണ്ട് പറയാണ്. അപ്പൊ ശരിക്ക് 5 ലെവലിലുള്ള ഈശ്വര സങ്കല്പം വിവരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ഒരു വർക്കിംഗ് ഡേയില്, ഒരു വർക്കിംഗ് പീരീഡില് ആ അമ്പലത്തിൽ ഇത്രയും അധികം വ്യക്തികൾ ഈ പ്രഭാഷണം കേൾക്കാൻ വന്നു. മാത്രമല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പ്രചരിപ്പിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മതം മനുഷ്യനെ മയക്കുന്ന മരുന്നാണ്, കറുപ്പാണ് എന്ന് പറഞ്ഞിരുന്നവര്, ഓരോ അമ്പലത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടിയവര്, അതുപോലെ തന്നെ ടിപ്പുവിന്റെ പടയോടത്തിൽ നശിപ്പിച്ച അമ്പലങ്ങളെ ഒരു കാരണവശാലും പുനരുദ്ധരിക്കരുതെന്ന് പറഞ്ഞവര്, നാരായണ ഗുരുദേവനെ പോലും ഇവിടെ ജഗന്നാഥ ക്ഷേത്രവും വേണ്ട, ഒരു അമ്പലവും വേണ്ട, ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് പറഞ്ഞവരുടെ മക്കളുടെ അവസ്ഥ എന്താണ്? ഞാൻ ആ അമ്പലത്തിൽ എണ്ണി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, ബാലകൃഷ്ണൻ സാറിന്റെ എന്നൊക്കെ പറയണമെന്ന് തോന്നിയിരുന്നു. ഇപ്പൊ അവരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത് പറയേണ്ട ഒരു കാര്യമില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എല്ലാ മാസവും അന്നദാനത്തിന് ചോറ്റാനിക്കരയിൽ വഴിപാടിന് കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പ്രചരിപ്പിച്ചപ്പോൾ മകൻ ചെയ്യുന്നത് എന്താണ്? അമ്പലത്തിനും സവർണർക്കും പൂജാരിമാർക്കും വേദത്തിനും എതിരെ മാത്രം ജീവിച്ച് 92 വയസ്സ് വരെ ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ അച്യുതാനന്ദന്റെ മകൻ ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം എപ്പോഴൊക്കെ സമയം കിട്ടുമോ മാസത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ട്. EK നായനാരുടെ അനുജൻ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന RSS സംഘടനയുടെ ഉത്തരവാദിത്വമുള്ള ആളാണ്. സ്മൃതി ഗ്രന്ഥങ്ങളും വേദങ്ങളും കത്തിച്ച KR ഗൗരിയമ്മ എല്ലാ ദിവസവും 10 പേജ് വീതം ഭാഗവതം വായിക്കുന്നുണ്ട്. മാത്രമല്ല, ചക്കുളത്തുകാവില് നാരീ പൂജയ്ക്ക് ഒരു വിഷമമില്ലാതെ പോയി കയറിയിരിക്കുന്നുണ്ട് അവര്. ഈ പിണറായി വിജയന്റെ മക്കള് അമൃതാനന്ദമയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അവിടെയുള്ള എല്ലാ ഹൈന്ദവ പഠനങ്ങളും അവർ നല്ല രീതിയിൽ, കോർപ്പറേറ്റ് മാനേജ്മെന്റിനെ എതിർക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിന്റെയും മക്കള് കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ തന്നെയാണ് ഇപ്പൊ പഠിക്കുന്നത്. ഏത് വ്യക്തിയെ വേണമെങ്കിൽ എടുത്തു നോക്കിക്കൊള്ളാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയില് സർവരും ജ്യോതിഷത്തിൽ നല്ലോണം ഫോളോ ചെയ്യുന്നവരാണ്. ഇപ്പോ MLA സീറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തവർ സമയവും സ്ഥലവും എല്ലാം നോക്കിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് അവരുടെ നാമനിർദ്ദേശ പത്രിക പോലും ദിവസവും കൂടി നോക്കിയിട്ടാണ് കൊടുത്തത്. ഈ EK നായന, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പോലും ഞാൻ വേദം പഠിച്ചതുകൊണ്ടാണ് ഈ നിലവാരത്തിലേക്ക് എത്തിയത് എന്ന് അകത്ത് പറയുകയും പുറത്ത് എന്നിട്ട് നേരെ അതിനെതിരെ പറയുകയും ചെയ്യുന്നവരാണ്. അമ്പലത്തിൽ പോയ വ്യക്തിയാണ്. ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ഓരോരുത്തരുടെയും തെളിവ് സഹിതം പറഞ്ഞു. പവനൻ എന്ന് പറയുന്ന യുക്തിവാദി വടക്കുംപുറം ക്ഷേത്രത്തിലേക്ക് 4:30 നിർമാല്യം തൊഴാൻ വരുന്ന ഫോട്ടോ ധാരാളമാണ്. എത്രയോ യുക്തിവാദികൾ എന്ന് പറയുന്നവര് അന്ത്യത്തിലെല്ലാം കൂടി ചേർന്ന് ഈ ഹിന്ദു ധർമ്മത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച ഒരു സ്ഥലത്ത്. അതേ സ്ഥലത്ത് യൂറോപ്പും അമേരിക്കയും കാനഡയും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും വികസിത രാഷ്ട്രങ്ങളെല്ലാം തൂത്തെറിയുന്ന തനി പ്രാകൃത ഗ്രന്ഥമായിട്ടുള്ള ഇസ്രായേലികൾക്ക് വേണ്ടിയിട്ട് ശരിക്ക് കുഴി കുഴിച്ച് അതിൽ മലവിസർജനം നടത്തി മൂടാനായിട്ട് പറയുന്നത് സയൻസ് ആണെന്ന് സുവിശേഷത്തിലൂടെ പറഞ്ഞു നടക്കുന്ന ആ ക്രിസ്തുമതത്തിലെ ഗ്രന്ഥങ്ങള് തുറന്നു നോക്കുക പോലും ജന്മത്തിൽ ചെയ്തിട്ടില്ലാത്ത വികസിത രാഷ്ട്രങ്ങളിലെ ക്രിസ്ത്യാനികൾ ഇത് നോക്കണം. ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ പുറത്തുണ്ടായിരുന്നു. അവര് ഒരാളെ പറഞ്ഞയച്ചു പ്രഭാഷണത്തില്, ഗോപാലകൃഷ്ണൻ ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ കുറിച്ച് പറയുന്നത് ശരിയല്ല. ഞാൻ അവരോട് പറഞ്ഞയച്ചാലോട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഇത് സത്യമല്ല എന്ന് സംശയമുണ്ടെങ്കിൽ നേരെ കത്തെഴുതി തരാൻ, ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് അതിന് മറുപടി പറയാം. ശരിക്ക് ഈ യുവാക്കളെയും യുവതികളെയും SFIയും DYFIയും എന്ന പേരില് നടക്കുന്നവരെ ശരിക്ക് ഈ നേതാക്കന്മാർ കുത്തുവാളെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരവരെ നല്ല പൊസിഷനിലാക്കി കേരളത്തിന് പുറത്ത് പഠിപ്പിച്ച് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ട്രെയിനിങ് കൊടുത്ത് നിങ്ങളെ കൊണ്ട് ഈ ചുമന്ന കാക്കി പാൻറ്റും ചുമന്ന ഷർട്ടും ഇട്ട് തനി പട്ടാളക്കാരെ പോലെ വളരെ വൃത്തികെട്ട രീതിയിൽ ഇവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും ഇവരെ ജയിപ്പിക്കാനും ഇവർക്ക് വേണ്ടിയിട്ട് പാദസേവ നടത്താനും വേണ്ടിയിട്ട് ജനിപ്പിച്ച
ഈ മാതാപിതാക്കള് എങ്കിലും ഇത് തിരിച്ചറിയണം. ഈ നേതാക്കന്മാരെല്ലാം അവർ പറയുന്നതിനെതിരാണ് ചെയ്യുന്നത്. ഈ അടുത്ത തലമുറ ഇപ്പൊ പ്രത്യേകതയുള്ളത്, എലക്ഷൻ വരുമ്പോൾ പോലും ഈ രാപ്പകല് ഇവർക്ക് നേതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഒരു പഞ്ചായത്ത് മെമ്പറുടെ സീറ്റ് പോലും കൊടുക്കാത്ത വിധത്തില് പാർട്ടിയിലില്ലാത്തവരെ മുഴുവനും MLA ആയും MP ആയും പഞ്ചായത്ത് മെമ്പറും മുനിസിപ്പാലിറ്റി മെമ്പറും ഒക്കെ ആക്കി വളർത്തുമ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാ ചാവുന്നത്, മരിക്കുന്നത്, കൊല്ലുന്നത്? നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം അവരുടെ കാര്യവും അവരുടെ മക്കളുടെ കാര്യവും ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടാണ് ആ കോട്ടയത്തെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. നിങ്ങളും അതൊന്ന് പ്രചരിപ്പിക്കണം. പ്രണാമം, നമസ്കാരം.